സാധാരണയായിട്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഓല, അതുപോലെ തന്നെ ചകിരി മുതലായ തെങ്ങിൻ്റെ മടൽ ഇതെല്ലാം പൊടിക്കുന്നതിനുള്ള യന്ത്രങ്ങൾ സുലഭമായിട്ട് ലഭ്യമാണ്. ഇതുപയോഗിച്ച് പൊടിച്ച ഓല പൊതയായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം കണ്ടുവരുന്നുണ്ട്. ഓല ഒരിക്കലും പൊടിച്ചിട്ട് പൊതയായിട്ട് ഇട്ട് കൊടുക്കരുത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിച്ച ഓല നമ്മൾ പൊതയായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വെള്ളം കൂടി ചേർന്ന് മണ്ണിൻ്റെ മുകളിൽ ഒരു പാട പോലെ പറ്റിപ്പിടിച്ച് പിന്നീട് വെള്ളം താഴോട്ട് ഇറങ്ങുന്നതിനും അതുപോലെ തന്നെ അത് ചീഞ്ഞ മണ്ണിലോട്ട് ചേരുന്നതിനും എല്ലാം തടസ്സമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞ് മണ്ണിനോട് ചേരണമെങ്കിൽ മണ്ണിലുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം ആവശ്യമാണ്. ഈ പൊടിച്ച ഓല ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളമായി ചേർന്ന് പുറത്തൊരു പാട പോലെ വരുന്നതുകൊണ്ട് വെള്ളവും വായുവും അടിയിലേക്ക് ഇറങ്ങാൻ പറ്റാതെ വരും. അതുമൂലം സൂക്ഷ്മജീവികൾ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ അറ്റാക്ക് ചെയ്യുന്നത് ഇതിനെ വളമാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് തടസ്സം നേരിടും. മാത്രമല്ല ഓലയിൽ ധാരാളം ലിഗ്നിൻ എന്ന പദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. ഈ ലിഗ്നിൻ ഇതിൻ്റെ വിഘടനത്തെ തടസ്സമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ വിഘടനം പെട്ടെന്ന് നടക്കുന്ന ഒരു പദാർത്ഥമല്ല ലിഗ്നിൻ. അതുകൊണ്ട് തെങ്ങിന് ഓല തന്നെയായിട്ട് പൊതയായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓല നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഓല ഇതുപോലെ കീറി നമ്മൾ ഓല കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ ധാരാളം വെള്ളം ചുവട്ടിലോട്ട് ഇറങ്ങുകയും ചെയ്യും, വായുസഞ്ചാരവും ലഭിക്കും. അതുകൊണ്ട് തന്നെ ഓല പൊടിച്ചതിനെക്കാട്ടിലും എളുപ്പത്തിൽ വിഘടിച്ച് മണ്ണിനോട് ചേർന്ന് ഇതിൻ്റെ ഗുണം തെങ്ങിന് ലഭിക്കുക ഓല കീറായിട്ടിട്ട് കൊടുക്കുമ്പോഴാണ്.